അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരിയോ സാധാരണ ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടിയുള്ള 1/2 കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി അവില് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് ഉഴുന്ന് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ ഉഴുന്നും അവിലും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവിലാണെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ മാത്രം അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുതിർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വെക്കാം. ഉഴുന്നും അവലും കുതിർക്കാൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റിയ അരിയും അവിലും ഉഴുന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ആ ബ്രൗൺ ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുക്കാം. ഇനി നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. ഞാൻ അരച്ച് നോക്കിയിട്ട് പറയാം എത്ര കപ്പ് വേണ്ടി വന്നെന്ന്. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു വിധത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയോ സ്പൂൺ കൊണ്ട് ഇളക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ 10 കാശ്മീരി വറ്റൽമുളക് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് കാശ്മീരി വറ്റൽമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ സാധാരണ എരിവുള്ള വറ്റൽമുളക് ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ്. 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ സവാള എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉഴുന്ന് പരിപ്പ് മാത്രം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നിറം മാറി കടുകെല്ലാം പൊട്ടി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ജാറ് കഴുകി 1 ടേബിൾ സ്പൂൺ പുളി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമല്ല, 1 ടേബിൾ സ്പൂൺ പുളി വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ജാറ് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. പുളിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം പുളി മതി. വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അപ്പം ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. അത് വേണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നും ചേർക്കാനില്ല, പെട്ടെന്ന് സിമ്പിളാണ്. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അത് 2-3 ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് വറ്റി വരണം, മൂടി വെച്ച് കൊടുക്കുക. 3 മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂട് മാറിയിട്ട് ഈർപ്പമില്ലാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കും. ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മളെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാവൊക്കെ നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രം നിറച്ച് മാവാണ് വീർത്ത് പൊങ്ങി വന്നിട്ടുള്ളത്. ഇതാ നല്ലോണം പതഞ്ഞ് പൊങ്ങിയാണ് വന്നിട്ടുള്ളത്. ഇനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മാവെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഇനി ചേർക്കുന്നില്ല. വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറും ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല പതഞ്ഞ് പൊങ്ങി ഇരിപ്പുണ്ട് മാവ്. ഇപ്പം ഞാൻ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. തവ ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ബാറ്ററിൽ നിന്നും 1 സ്പൂൺ മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. നമ്മളിതിൽ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മളിത് മറിച്ചിടുന്നില്ല, മൂടി വെച്ചാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ദോശ റെഡിയാവും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. വെറും 2 ടേബിൾ സ്പൂൺ ഉഴുന്നിലാണ് ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചട്നി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ദോശയുടെ കൂടെ മാത്രമല്ല, എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഈ ദോശ ഒന്ന് തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്